മാമക മാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമേ. മാമക മാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമേ. തെറ്റിനടിപ്പെട്ട് പോകാതെയും ഉൾതാപമേറി തളരാതെയും കാവലായി മാറണേ. പരിപ്പാഹിമാൻ നിത്യനിദാനമേ പരിപൂർണനേ. സർവവും അൻപിനാൽ തീർത്തവനേ. തവകേകേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻവരമാരിക. നൽകണേ എന്നും നിൻവരമാലിക. നിത്യനിദാനമേ പരിപൂർണനേ. സർവവും അൻപിനാൽ തീർത്തവനേ. താവകേഹേ നിന്ദുതി കാണുവാൻ നൽകണേ എന്നും നിൻവരമാലിക. നൽകണേ എന്നും നിൻവരമാലിക. സുഹൃത്തെ, നിന്റെ വിളി ദൈവം നീ ചാകുന്നതിന് മുമ്പ് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. നീ തുടങ്ങിയ കാര്യം നിന്നെ കൊണ്ട് തന്നെ തീർക്കും. അല്ലാണ്ട് ബാക്കി ബാലൻസ് പിള്ളേർക്ക് വേണ്ടി മാറ്റിയിടുന്ന പരിപാടി ദൈവത്തിനില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ ദൈവവേലയിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രോജക്റ്റ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ദൈവഹിതം അത് ഈ ഭൂമിയിൽ താൻ ചെയ്ത് തീർത്തിട്ട് മാത്രമേ ഇവിടെ നിന്ന് വിളിക്കൂ. ഇനി തീർക്കാതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, എവിടെയോ കുരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നല്ല വചനത്തിന് വിളിച്ചിട്ട് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരാളുടെ ചില ഈ മരണ വീടുകൾ കണ്ടിട്ടില്ലേ, ഷാജി അപ്പച്ചൻ ചെയ്തതിന്റെ വാക്ക് ചെയ്യാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അങ്ങനെ കണ്ടിട്ടുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പച്ചൻ ചെയ്ത് തീർക്കണം, അപ്പച്ചൻ ചെയ്ത് തീർത്തിട്ടാ പോയേക്കുന്നത്. ഇനി അത് ബാക്കി ഇതന്നെ തൂമ്പയ്ക്ക് വലിച്ചിട്ട് ഷാജിക്ക് ഇട്ട് കൊടുത്തേക്കാണോ? അല്ല, ഷാജിക്ക് വേറെ പരിപാടിയുണ്ട്. അതാ ഷാജി ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ, ദൈവത്തിന് അബദ്ധം പറ്റിയപോലെ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, എൻ്റെ കൂടപ്പറപ്പെ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. മാത്രമല്ല, ചില ആൾക്കാരുടെ ധാരണ, ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവ് കാളെന്ന് വിളിച്ചാൽ മതി, ഒന്ന് പോയാൽ മതി. അയ്യോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് പോരാനാണോ പറഞ്ഞത്? അല്ല, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അവിടെ നിൽക്കുക. ലോകത്തെ ജയിച്ച ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. എൻ്റെ കൂടെ പറമ്പേ, നിങ്ങൾ ഈ ഭൂമി ചെയ്ത് തീർക്കാൻ ദൈവം ഒരു പദ്ധതിയായിട്ട് ഇങ്ങോട്ട് വിട്ടേക്കുക. അത് നിങ്ങളത് തീർത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അത് തീർത്ത് കഴിയുമ്പോഴത്തേക്ക് ഓണിക്കുട്ടിയുടെ പരിപാടി കഴിഞ്ഞെന്നാ തോന്നുന്നത്, ഇങ്ങോട്ട് വിളിച്ചേക്കാൻ പറയും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളങ്ങോട്ട് ഓടി സ്വർഗത്തിലോട്ട് ചെന്നിട്ട് അവിടെ വല്ല പണിയുണ്ടോ എന്ന് അങ്ങനെ ഒരു പണി നിങ്ങൾക്ക് അവിടെ ഒരു പണിയില്ല അവിടെ. കേട്ടോ. അങ്ങനെ ചിന്തിക്കണ്ട. ചില ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, അയ്യോ എല്ലായിടത്തും നോക്കിയാ അക്രമം, കൊല്ലവയ്പ്പ്, അയ്യോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേണ്ട എങ്ങനെയെങ്കിലും അയ്യോ അങ്ങനെ പോകാൻ വേണ്ടി പോകാൻ വരട്ടെ, അവിടെ നിന്നേ എങ്ങോട്ടാ പോകുന്നേ? ഏടാ, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടേക്ക്. എന്താണ്? എന്നെക്കുറിച്ച്, അതായത് ദൈവരാജ്യം ഈ ഭൂമിയിൽ അറിയിക്കാൻ നിന്നെ വിട്ടിരിക്കുക. നീ എങ്ങോട്ടാ തുടലും പൊട്ടിക്കൊണ്ട് ഓടുന്ന? എങ്ങോട്ടാ? ഇരിക്കവിടെ. ദൈവത്തിൻ്റെ അതുകൊണ്ട് ഉള്ള ആരോഗ്യം മാക്സിമം ദൈവത്തിനോട് പ്രയോജനപ്പെടുത്തി കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുക. സ്തോത്രം. നീ തുടങ്ങി വെച്ചത് നിന്നെ കൊണ്ട് തന്നെ ദൈവം തീർക്കും. ഈ ദൈവിക വിളി എന്ന് പറയുന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. അത് വയറ്റിപ്പഴപ്പല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഒരു കാര്യം നിങ്ങൾ പറയാം, നിങ്ങൾ വിളി മറന്നു പോയാൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വിളിയുള്ളവരാ നിങ്ങൾ, അല്ലേ? വിളിയുണ്ടോ? നമ്മുടെ തലക്കെട്ട് നിങ്ങൾ കണ്ടോ? നിന്റെ വിളി മനസ്സിലായോ? സ്തോത്രം, സ്തോത്രം. വിളിയുണ്ടോ? ആരാ നീതിമാൻ? നീതിമാൻ ആരാ? റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആരാ നീതിമാൻ? വിളിക്കപ്പെട്ടവർ, അവരാ നീതിമാൻ, നീതിമാന്മാർ. ദൈവനീതിക്ക് 40 വർഷം സ്റ്റക്കായി നിൽക്കുന്ന മോശ, ദൈവം വിളിച്ചതാണ്, പക്ഷെ 40 വർഷം സ്റ്റക്കായിട്ട് നിൽക്കുക. പക്ഷെ മോശയുടെ ദൈവം സ്റ്റക്കായിട്ടില്ല, പുറകെ ഉണ്ട്. സുഹൃത്തെ, നീ ദൈവവിളിയും കേട്ട് സ്തോത്രം ഒക്കെ സെറ്റപ്പായി ഇറങ്ങിയതാ. ഇപ്പം അല്പം ബ്രേക്ക് ഇട്ടിങ്ങനെ നിൽക്കുക, സിഗ്നൽ കിട്ടാൻ നോക്കിയിരിക്കുക, അല്ലേ? സിഗ്നൽ കിട്ടാൻ നോക്കിയിരിക്കുക. പല ആൾക്കാർ സിഗ്നൽ കിട്ടാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം? എൻ്റെ കൂടെ പറപ്പേ, മോശം തന്നെ പഠിക്കാം. അപാര വിളിയായിരുന്നു, അല്ലേ? ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഒരു എൻട്രൻസ് ഈ വിളിക്കകത്തൂടെ കിട്ടിയത്. അവിടെ കൊണ്ട് തീർന്നില്ല, മന്ത്രവാദികളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയത് ഈ വിളിക്കകത്താ. തീർന്നോ? ഇല്ല. എൻ്റെ മോശെ, നിന്നിലൂടെ ജനം ഇന്ന് വരെ തിന്നാത്ത മന്ന തിന്നാൻ പോവുക. അവിടെ കൊണ്ട് തീർന്നോ? നീ കാരണം മോശെ, നീ ഇറങ്ങിയത് കൊണ്ട് മാറായിലെ വെള്ളം മധുരമാക്കി മാറ്റാനുള്ള സംവിധാനം വിളി ലഭിച്ച നിന്നിൽ കൂടെയാണ്. അത് മാത്രമാണോ? രാജാക്കന്മാരെ വറപ്പിക്കുന്ന ഫറവോനൊക്കെ വിറച്ചു പോയിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല, ചെങ്കടലിനെ 2ആയിട്ട് മാറ്റിയതും മോശെ നിനക്കുള്ള വിളിക്കകത്തുള്ളതാ. ഇത് കേട്ടോണ്ടിരിക്കുമ്പം പിടി കിട്ടിയോ? എൻ്റെ ചേട്ടാ, സഹോദരി, പാസ്റ്റേ, ഉപദേശി, നിങ്ങളുടെ വിളിക്കകത്ത് എന്തെല്ലാം കാര്യം ഇനി നടക്കാൻ കിടക്കുകയെന്നറിയോ? നിങ്ങളിങ്ങനെ വിളിയുണ്ടോ? ഈ ബൈബിൾ കോളേജ് പഠിച്ചിറക്കുന്ന സമയത്ത്, നിങ്ങളറിയോ, ബൈബിൾ കോളേജ് പഠിച്ചിറക്കുന്ന സമയത്ത് ഈ ബൈബിൾ കോളേജിലോട്ട് വിളി ഉണ്ടോ എന്ന് ചോദിച്ചാണ് അവിടുത്തെ ചെന്ന് കയറുമ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുന്നതായിരിക്കും. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടോ? പിന്നെ ഇല്ലാതാണോ എന്ന് ചോദിക്കും. സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു ടീമിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഞാനൊരിക്കലും ഒരു ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ സൗത്ത് ഭാഗത്തേക്ക് ചെന്നു. അങ്ങനെ പറയാം, സ്ഥലം പറയണ്ടല്ല. സ്ഥലം പറഞ്ഞു ആരുടെയും പേര് എനിക്ക് പറയുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറൊന്നും വിചാരിക്കില്ലേ. സംഭവം പറയാം. ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഇൻ്റർവ്യൂ നടക്കുക. ഏതാണ്ട് ഒരു 10-70 ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ കണക്കിന് ഫയലുണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുക. അവർക്കാകെ 4 പേരെ മതിതാനും വന്നേക്കുന്നത് 60 ആൾക്കാരാണ്. ഞാൻ തലേദിവസം ചെന്നുകൊണ്ട് എനിക്കൊരു ചെറിയ ന്യൂസ് കിട്ടി, ഓൾറെഡി ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു പ്രൊസീജിയറായിട്ട് നടത്തുന്നതേ ഉള്ളൂ, മറ്റവരെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. സ്തോത്രം. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഒരു ശുശ്രൂഷയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ എന്താ പറയുക, അതിന് നിങ്ങളൊരു പേരം കിട്ടും, അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോൾ ഞാനും ചേർന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് 4 പേരാണ് ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് ഒരു ചോദ്യം ന്യായമായ ചോദ്യമാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക്, എനിക്കപ്പോൾ ഇവരിങ്ങനെ ഈ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പരിപാടി കാണിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു നിരീശ്വരവാദിയെ ഒരു ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു 55 വയസ്സ് കാണുമായിരിക്കും അന്നേരം, കേട്ടോ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറിൻ്റെ ലൈഫിൽ എത്ര നിരീശ്വരവാദികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം ഒരക്ഷരം മിണ്ടാനില്ല. ഇൻ്റർവ്യൂ ബോർഡ് മുഴുവനും സൈലൻ്റായി. അടുത്ത അവരുടെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്കൊരു 2000 രൂപ തന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? അപ്പം ആ ചോദ്യം ചോദിക്കുമ്പോൾ, കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഒരാളും കൂടെ എൻ്റെ കൂടെ കയറ്റിയിരുത്തി, അയാളും എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ 2 പേരും കൂടെ നേരിട്ടാണ്. അപ്പോൾ ചോദ്യം ഞങ്ങളുടെ 2 പേരോടും കൂടിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തെ കയറ്റിയതാണ്, ആൾക്കാർ ഒരുപാടുള്ളതുകൊണ്ട്. ഇദ്ദേഹം ഈ ചോദ്യം കേട്ടോണ്ടാണ് കയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ചിരി വന്നു പോയി. അദ്ദേഹം പറഞ്ഞറിയോ, നിങ്ങൾ 2000 രൂപ തന്നാൽ നിൽക്കുമെന്ന് ചോദിക്കുന്നു, ഞാൻ 3000 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു. അതോടെ ഇൻ്റർവ്യൂ അവിടെ കഴിഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവൻ
അവൻ എന്നും സുവിശേഷ വേല കാണും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയോ സംവിധാനത്തിന് വേണ്ടിയോ വരുന്നവനാണെങ്കിൽ അവൻ സുവിശേഷ വേല കാണിയേല. അത്രേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് ശ്രദ്ധിക്കൂ, വിളിയുള്ളവൻ മോശ വിളിയുള്ളവൻ. അവൻ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. മോശെ മോശെ എന്ന് വിളിക്കാം. മുൾപ്പടർപ്പിൻ്റെ അടുക്കൽ വന്ന് നിന്ന് 3-ാം അധ്യായം 4-ാം വാക്യം കേട്ടോ, നിങ്ങൾ വായിച്ചു. അവിടെ നിന്ന് ഞാനത് ഹീബ്രുവിൽ വായിച്ച് കേൾപ്പിക്കാം. യഹോവ റാസൂൽ എലോഹിം ഖാറത്തോവെക്സനെ അമാർ മോശെ മോശെ അമാർ എന്ന് വിളിക്കുക. ദൈവത്തിൻ്റെ ശബ്ദമാണ് കേട്ടോ. മുൾപ്പടർപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം. മോശെ മോശെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വിളി കിട്ടിയ ആളല്ലേ? കർത്താവിന് വേണ്ടി ഇറങ്ങിയ ആളല്ലേ? സ്തോത്രം. എന്നിട്ടിപ്പോൾ എന്താ പരിപാടി? നിങ്ങളുടെ വിളി മനസ്സിലായോ? എത്ര കാര്യങ്ങൾ നിങ്ങളിൽ കൂടെ, മോശ കൂടെ അത്ര കാര്യം, അതിനേക്കാളും മടങ്ങ് നിങ്ങളിൽ കൂടെ ചെയ്യേണ്ടതാണ് ദൈവത്തിന്. എവിടെയാ നിങ്ങൾ? വിളി കേട്ടോടത്തുണ്ടോ? ഇന്ന് രാവിലെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പാക്കണം. സ്തോത്രം. ആമേൻ. വിളി മറന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സമാധാനം പോവും, സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ആ വിളിക്കകത്തോട്ടൊന്ന് കയറി നിന്നേ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. മോശയുടെ ലൈഫ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഇന്ന് രാവിലെ സമയം, കർത്താവേ, ഞാൻ അങ്ങനെ വിളി ലഭിച്ച ആളാണ്, പക്ഷേ ആ വിളിക്ക് അനുസരണമായി മൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നോട് ക്ഷമിക്കണേ, ഞാൻ വീണ്ടും സറണ്ടർ ആകുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂടി പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. അവിടുത്തെ ദയ, വിശ്വസ്തത ഞങ്ങളുടെ മേൽ കൽപ്പിച്ചാകണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. നീ മാത്രം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ. സുവിശേഷത്തിൻ്റെ ഒരു വാക്താവായി ഇവരെ വീണ്ടും മടക്കി ദൈവം കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കർത്താവിൻ്റെ ശക്തന്മാരായി നിൽപ്പാൻ ദൈവം ആക്കണം. അവരിൽ കൂടെ വൻ കാര്യങ്ങൾ നടക്കട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി അവരുടെ വ്യാപരിക്കട്ടെ. രക്തത്താൽ ജയം. കർത്താവ് അത്ഭുതം ചെയ്തോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മോശെ ദൈവം വിളിച്ചു, ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു. പിന്നെ ഒരു വിഷമകരമായ കാര്യമുള്ളത്, മര്യാദയ്ക്ക് അത് പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് ഒരു ദിവസം രാവിലെ പറഞ്ഞു, മക്കളെ മല വരെ വരാമെന്ന് ചോദിച്ചു. മല വരെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ മലയിലോട്ട് പോവുക. റിട്ടേൺ ടിക്കറ്റ് എടുക്കട്ടെ? റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർക്കുകയാണ്. അവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. കാനാദേശം കണ്ടോ, എൻ്റെ എങ്ങനെയായി, വളരെ വേദനാജനകമായിപ്പോയി സഹോദരൻ എൻ്റെ കേട്ടോ. അതുകൊണ്ട് എൻ്റെ വേദന, ചില ആൾക്കാരെ തുടക്കം ഭയങ്കര ഗംഭീരമാണ്, പക്ഷെ അവസാനമോ അയ്യോ, നാട്ടുകാരെ കൊണ്ടും പറയിച്ച്, വീട്ടുകാരെ കൊണ്ടും പറയിച്ച്, പോലീസുകാരെ കൊണ്ടും പറയിച്ച്, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് നാണക്കേടുണ്ടാക്കി, ചാള ഉളവാക്കി അവസാനിക്കുന്നത്. അങ്ങനെ ആകരുത്. നമ്മുടെ അന്ത്യം അങ്ങനെ ആകരുത്. ഒന്നുമില്ലാൻ തുടങ്ങിക്കോ, പക്ഷേ ഈ ഇങ്ങനെ ജിൽ നിൽക്കണം. കർത്താവിനോട് ശക്തമായി പ്രയോജനപ്പെടണം. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും പറയട്ടെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒക്കെ ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എവിടെയെല്ലാം ആരെല്ലാം നിങ്ങളുടെ അടുക്കൽ വരണമെന്നും നിങ്ങൾ ആരൊക്കെ ബന്ധപ്പെടണം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അവരുമായിട്ട് മാത്രം, നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്നവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കൂ. നിങ്ങളെ സ്തോത്രം ഉത്സാഹിപ്പിക്കുന്നവരുമായിട്ട്, നിങ്ങൾക്ക് നല്ല വാക്കുകൊണ്ട് നിങ്ങളെ താങ്ങുന്നവരുമായിട്ട് അവരുമായിട്ട് സംസാരിക്കുക കേട്ടോ. ചുമ്മാ എന്നാ കാണിച്ചാൽ ഇടിച്ച് കളയുന്ന, ഇടിച്ച് താഴ്ത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ വളരാൻ വിടാത്ത, ചിരിച്ച് കാണിക്കുള്ളൂ, അകത്ത് ഭയങ്കര ഞർമ്മലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ നേരം വെറുതെ വേസ്റ്റ് ആക്കരുത്. നിങ്ങളൊക്കെ ഒരു പേന പോലും മേടിച്ച് തരികയില്ല, പിന്നെ വെറുതെ എന്തിനാണ് നേരം കളയുന്നത്? സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ എന്നെ സുഖമാണോ, സന്തോഷമുണ്ട് കേട്ടോ, അത്രയും പറഞ്ഞ് വിട്ടേക്കുക. പിന്നെ അവർക്ക് കൂടി വർത്തമാനം പറയാനില്ല, സ്പേസ് ഇല്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രയോജനപ്പെടാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.